വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഓണം ഇങ്ങെത്തിയല്ലേ. അപ്പം നമുക്ക് ഈ ഓണത്തിന് നല്ലൊരു കിടുക്കാച്ചി കൂട്ടുകറി ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് നോക്കാം. അതിനായിട്ട് ഇത് കടല ഞാൻ തലേദിവസത്തെ കുതിർത്തതാണ്. ഇപ്പോൾ കുതിർത്ത് കഴുകി വാരി എടുത്തതാണ്. വെള്ളക്കടലയല്ല, ഇത് ചുവന്ന കടല തന്നെയാണ് കൂട്ടുകറിക്ക് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് ചേനയും കായുമാണ്, ഏത്തക്കയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ കടലയൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് കടലയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നമുക്ക് നോക്കിയിട്ടിട്ടാൽ മതി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കടലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നികക്കെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സദ്യയ്ക്ക് ഏറ്റവും ടേസ്റ്റുള്ള കറികളിലൊന്നാണ് കൂട്ടുകറി. സദ്യയുടെ പ്രമാണികളാണ് കൂട്ടുകറി, അവിയൽ, ഓലൻ, ഇഞ്ചിക്കറി രാജാവാണ്. അപ്പം നമുക്ക് ഇന്ന് വെക്കുന്നത് നമ്മൾ പ്രമാണിമാരിൽ ഒരാളെയാണ് കേട്ടോ. അപ്പം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു. ഇനി ചേന ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചേനയെ അധികം കയ്യിലെടുത്ത് അങ്ങനെ ലാളിക്കണ്ട, കാരണം ചേന നമുക്ക് പണി തരും. അതിനെ അധികം കൊഞ്ചിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് കായാണ്, ഏത്തക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത്തക്ക മുഴുവൻ തൊലി കളയണ്ട, അതിൻ്റെ വരമ്പെന്നാണ് അമ്മച്ചിയൊക്കെ പറയുക. അപ്പോൾ ആ വരമ്പ് മാത്രം, അതിൻ്റെ സൈഡിലെ ആ ഇത് മാത്രം, അരിമ്പ് മാത്രം അങ്ങ് കളഞ്ഞിട്ട് അതും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പച്ച ഏത്തക്ക ആദ്യം തന്നെ നന്നായി കഴുകിയിട്ടാണ് നമ്മളിത് മുറിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് ഏത്തക്ക. നമ്മളിത് പാചകം ചെയ്യുന്നത് കൽച്ചട്ടിയിലാണ്, കല്ലിൻ്റെ ചട്ടിയിലാണ്. കൽച്ചട്ടി അറിയില്ല, കല്ലിൻ്റെ ചട്ടി, അതിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. കടല മാത്രം കുക്കറിൽ വേവിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് ഈ കൽച്ചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറിട്ടൊരു ടേസ്റ്റാണ്. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ആ പഴമയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ്. ചേനയിൽ ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ടാൽ ചേന പെട്ടെന്ന് വേവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. കൽച്ചട്ടിയാണ്, നന്നായി ചൂടാകുന്നതാണ്, ചൂട് നിൽക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കോരി നോക്കാം. കണ്ടിട്ട് ചേന വേകാത്ത പോലെ ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ശരിക്കും വെന്തിട്ടില്ല. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഏത്തക്ക അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ആ ഏത്തക്ക അരിഞ്ഞു വെച്ചത് ഇട്ട് കുറച്ച് മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി മതി. ഞാൻ 1 സ്പൂൺ മുളക് പൊടിയേ ഇട്ടുള്ളൂ. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ്, കാരണം ചേനയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ചേനയ്ക്കും ഏത്തക്കയ്ക്കും കൂടെ ഉള്ള ഉപ്പ് ഇതിന് നോക്കിയിടണം. കടലയ്ക്ക് മാത്രമേ അന്നേരം ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ ഉപ്പും കൂടെ ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഏത്തക്കായ്ക്ക് വേവ് കുറവല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് വേകും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത് പെട്ടെന്നാകും. അപ്പോൾ അത് വേകുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിനുള്ള കൂട്ടൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം. ഇത് ഒരു തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങയെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് എടുക്കാം, കാരണം ഒന്ന് അരപ്പിനും വേണം, ഒന്ന് വറക്കാനും വേണം. അപ്പോൾ അങ്ങനെ 2ആയിട്ട് വീതം വെച്ചെടുത്തിട്ട് അതിനെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെണ്ണനെയ്യ് പോലെ അരയണ്ട കേട്ടോ, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമ്മൾ അവിയലിനൊക്കെ ചെയ്യത്തില്ലേ, അതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ജീരകപ്പൊടിയും കൂടെയാണ്. ഞാൻ ജീരകം പൊടിച്ച് വെച്ചതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ജീരകം ഉണ്ടെങ്കിൽ നല്ല ജീരകം ഇട്ടാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോഴത്തേനും നമ്മളുടെ ഏത്തയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വെന്തു, 5 മിനിറ്റ് പോലും എടുത്തില്ല അല്ലേ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ തുറന്ന് ആ കടലയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കടല നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഉണ്ടോ, വെള്ളം പാകത്തിനേ ഉള്ളൂ. ഇനി അതിന് അരപ്പ് കൂടെ ചേർത്ത് കഴിയുമ്പം എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അരപ്പും കൂടെ അങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി, ആ തേങ്ങ ഒന്ന് വേകണം, പച്ചത്തേങ്ങ അല്ലേ, അപ്പോൾ അതൊന്ന് വേകേണ്ട ഒരു സമയം, ഒരു 2 മിനിറ്റ് അത്ര മതി. അപ്പോഴത്തേനും നമ്മളുടെ കൂട്ടുകറിക്കുള്ളതെല്ലാം റെഡിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ കുറച്ച് മുളക് പൊടി ചേർത്തായിരുന്നു, വേറെ എരിവിനൊന്നും ചേർത്തില്ല.
1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടുകറിയുടെ രുചിയുടെ മേമ്പൊടി എന്ന് പറയുന്നത് ഈ കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങ ഒന്ന് വെന്തോട്ടെ 2 മിനിറ്റ്. ഇപ്പോൾ തിളയൊക്കെ വരുന്നുണ്ട്, കണ്ടോ, കുറുകിയില്ലേ അങ്ങ്. കൽച്ചട്ടിയിലും കൂടെയാണ് ഞാൻ പറഞ്ഞത്, ഇച്ചിരി വെള്ളം മുന്നോട്ട് വെച്ചതാണ്, കാരണം പെട്ടെന്ന് അങ്ങ് കുറുകും. അപ്പോൾ നമ്മളുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് കടുക് വറുത്തിടുകയാണ്. അപ്പോൾ കടുക് ഇട്ട് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഇട്ടിട്ട് അതിനെ നല്ലപോലെ വറുത്തെടുക്കാം. നല്ലപോലെ മൂത്ത് വരണം, നല്ല ബ്രൗൺ കളറിൽ വരണം തേങ്ങ. അതാണ് ഈ കൂട്ടുകറിയുടെ ഹൈലൈറ്റ്. അത് നല്ലപോലെ അപ്പം സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ട് അതിനൊരിത്തിരി താമസം, ഈ തേങ്ങ വറക്കുന്നൊരു താമസം അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായി തോന്നുകയല്ലോ നിങ്ങൾക്കാർക്കും. പിന്നെ കൂട്ടുകറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കുരുമുളക് പൊടിയും ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നത് മാത്രമാണ്. സദ്യയിലെ ടേസ്റ്റ് വരുന്ന കറി അങ്ങനെയാണ് കേട്ടോ. തേങ്ങ നല്ലപോലെ ഒരു ഫ്രൈ ആയിട്ട് വന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളകും വീണ്ടും കറിവേപ്പില, അത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇനി കറി വെക്കുമ്പോഴേ ഇട്ട് കൊടുക്കാം, എങ്ങനെ വേണം ഇട്ട് കൊടുക്കാം. കറിവേപ്പിലല്ലേ. അപ്പോൾ നല്ലപോലെ ഇളക്കി ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണം വരും നമുക്ക്. കാരണം തേങ്ങ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, പൊടി വർഗ്ഗങ്ങളൊന്നും ഇടുന്നില്ല, തേങ്ങ മാത്രമാണ്. അപ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും. നല്ല പോലെ മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ശീന്നൊരു ഒച്ച വരുന്നതോടൊപ്പം നല്ലൊരു മണം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും. അതാണ് നമ്മുടെ കൂട്ടുകറി റെഡിയായി എന്നുള്ളത്. അപ്പോൾ സദ്യയിലെ പ്രമുഖനാണ്, സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ സദ്യ കൂട്ടുകറിയാണ് ഈ ഓണത്തിന് നിങ്ങൾക്കായിട്ട്. അപ്പോൾ എല്ലാവരും ഈ കൂട്ടുകറി വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഓണമല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം, എന്നാലും ഞാൻ പറയുകയാണ്, ഒന്ന് ചെയ്ത് നോക്കുക. ആരെങ്കിലും അറിയാത്തവരുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഓണത്തിന് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് അവിയലിട്ടത്. അവൾ പുറത്താണ്, അപ്പോൾ അവിയൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിയലിട്ടു. അത് ഓണത്തിനുണ്ടാക്കി, ഭയങ്കര ടേസ്റ്റായിരുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് ഞാൻ അവൾക്കും കൂടി വേണ്ടിയിട്ട്, എൻ്റെ പ്രിയ കൂട്ടുകാരിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളും എല്ലാവരും കൂട്ടുകറി ഓണസദ്യയിലെ പ്രമുഖൻ ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തേക്കടിയുടെ ഓണാശംസകൾ ഇൻ അഡ്വാൻസ്. താങ്ക് യു.